ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രം നോക്കി കോഴ്സ് ചൂസ് ചെയ്യരുത്. ട്രെൻഡ് നാളെ മാറാം. സോ സ്കില്ല് മനസ്സിലാക്കി യൂണീക്ക് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. കോഴ്സ് മാത്രം പോരാ, നല്ല കോളേജും ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഓൺലൈനായും പഠിക്കാൻ അവസരമുണ്ട്. ഏതായാലും ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉണ്ടോ എന്ന് നോക്കണം. +2 റിസൾട്ട് വന്നു. ഇതിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായ സ്റ്റുഡൻസ് കാണും, മാർക്ക് കുറഞ്ഞു പോയ സ്റ്റുഡൻസ് കാണും, ഇനി തോറ്റു പോയ സ്റ്റുഡൻസും കാണും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞു പോയതിനെ +2 ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ +2 ഫെയിൽ ആയെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ ലൈഫിൽ തോക്കുന്നില്ല. ഇനി +2 നല്ല മാർക്ക് വാങ്ങി പാസ്സായെന്ന് പറഞ്ഞ് നിങ്ങൾ ലൈഫിൽ എല്ലാം നേടി വിജയിക്കുന്നുമില്ല. ഇനി +2 തോറ്റാലും ശരി ജയിച്ചാലും ശരി, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. ഉപരിപഠനത്തിനായിട്ട് നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് എൻ്റർ ആവാൻ പറ്റുന്ന ഒരു കോഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യണം. അപ്പൊ റിസൾട്ട് വന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്ത്